ഏതെങ്കിലും ഒരു SFIക്കാരന്റെ ദേഹത്ത്, ഏതെങ്കിലും ഒരു വിദ്യാർത്ഥികളുടെ ദേഹത്ത് എങ്ങാനും കൈവച്ച ആ MLA കോട്ടസങ്ങൾ അടിച്ച് തകർത്തുള്ള കാര്യം പറയാം. നമുക്ക് റീവാലുവേഷന്റെ ഫീ കുറയ്ക്കാന്നുള്ളത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത്. ലേഡി പോലീസ് ഇല്ലാതെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? 60 പേര് പഠിക്കുന്ന എന്റെ ക്ലാസ്സിൽ 13 പേർക്കാണ് 10 മാർക്കിൽ കൂടുതൽ കൂടിയത്. പെൺകുട്ടികളെ നിങ്ങൾക്കാണ്. നിങ്ങളുടെ അമ്മമാര് പറഞ്ഞിട്ട് നിങ്ങൾ ഷോ കാണിക്കണമെങ്കിൽ അവിടെ വെച്ചേക്കണം. അമ്മയുടെ തന്നെ ഇറക്കേണ്ടത്. സ്റ്റാർട്ടാക്കി പോയിട്ടൊന്നും ഒരു കാര്യമില്ല. കാര്യം മനസ്സിലായി. ഞാൻ അങ്ങോട്ട് ചെയ്യേണ്ട ഈ കാര്യം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ SI ഉണ്ടായിരുന്നു. ഞാൻ ഇല്ലാത്ത സ്ഥലത്ത് നടന്ന സംഭവം. അപ്പൊ ഞാൻ എന്റെ അതോറിറ്റി ഞാൻ ഇല്ലാത്തടത്തൊന്നും ഞാൻ ചെയ്യുന്ന ഞാൻ ചെയ്യാത്ത കാര്യം ഞാൻ അറിഞ്ഞില്ല. ഇനി ഏതെങ്കിലും ഒരു SFIക്കാരന്റെ ദേഹത്ത്, ഏതെങ്കിലും ഒരു വിദ്യാർത്ഥികളുടെ ദേഹത്ത് എങ്ങാനും കൈവച്ച ആ MLA കോട്ടസങ്ങൾ അടിച്ച് തകർത്തുള്ള കാര്യം പറയാം. പെൺകുട്ടികളെ ബോഡിന്നാ പെൺകുട്ടികളെ ബോഡിന്നാ വേറൊന്നുമല്ല. വേറൊന്നുമല്ല. അങ്ങനെയല്ല സാർ. അവിടുത്തെ പെൺകുട്ടി അതല്ല, അവിടെ അറസ്റ്റ് അവിടെ അങ്ങനെയല്ല. അവിടെ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന മറ്റു ഓഫീസർമാർ പെൺകുട്ടികൾക്ക് മോശമായി വേറൊരു ജോലിക്ക് വന്ന ആളെടുത്ത് നിങ്ങൾ സാർ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഉന്നയിച്ചതെന്ന് പറഞ്ഞാൽ അതല്ല അവർ വന്നപ്പോ മാന്യമായിട്ട് പറഞ്ഞു. ഞാൻ CEO ഓഫീസിൽ വിളിച്ച് സ്റ്റേഷനിൽ വിളിച്ച് ഉള്ളവരെല്ലാം ഞാൻ വിളിച്ച് കാര്യങ്ങൾ നോക്കും. എന്തെങ്കിലും സംഭവം നടന്നു എല്ലാം നിങ്ങൾക്ക് വേണ്ട. അത് നിങ്ങൾ ഇവിടെ കിടന്ന് ഒരു കാര്യം കാണിച്ചിട്ട് കാര്യം. ഞാൻ ഇത് അറിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ CMന്റെ പൈലറ്റ് സമരം നടത്തുന്ന കുഴപ്പമില്ല. പെൺകുട്ടികൾ സാറല്ല കേരള പോലീസ് സാർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ പോലീസുകാരൻ പിടിച്ചോണ്ട് പോയി. ഞാൻ പോലീസിനെ നടപടി എടുക്കും. ഇല്ല സാറിന്റെ അടുത്ത് വേറെ വിഷയമില്ല. സാറ് സ്വാഭാവികമായിട്ടും അവിടെ സമരത്തിൽ സാറില്ലായിരുന്നു. സാറ് വന്നപ്പോ ആ പെൺകുട്ടികൾ പ്രതിഷേധമൊക്കെ സാറ് പക്ഷേ നമുക്ക് റീവാലുവേഷന്റെ ഫീ കുറയ്ക്കാന്നുള്ളത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ സമാധാനപരമായിട്ട് ആ രജിസ്ട്രാറിന്റെ ഓഫീസിന്റെ മുന്നിലിരിക്കുമ്പോൾ ഇവരാണ് വന്ന് മുടിക്കും പിടിച്ച് കുത്തിനും പിടിച്ച് വനിതാ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത പുരുഷ പോലീസ്. വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ ലേഡീസ് പോലീസ് അല്ല അടിച്ചത്. ആണുങ്ങളായിട്ടുള്ള പോലീസുകാരെ വന്നാണ് മുടിക്കുത്തി പിടിച്ചെടുക്കുന്നത്. അതിൽ CA ശ്രീകുമാർ എന്ന് പറയുന്ന പോലീസുകാരനാണ് നമ്മുടെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ മുടിക്കുത്തി പിടിച്ചെടുത്തത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ തീർച്ചയായും അംഗീകരിക്കേണ്ട ആവശ്യങ്ങളാണ്. ഞങ്ങൾ പരീക്ഷ എഴുതിയിട്ട് പരീക്ഷ എഴുതിയിട്ട് ഞങ്ങൾ തോറ്റു പോവാ. സമാധാനപരമായിരുന്നു രജിസ്ട്രാറിന്റെ മുന്നിൽ. ഒരു മുദ്രാവാക്യം പോലും വിളിച്ചിട്ടില്ല. മുദ്രാവാക്യം വിളിക്കാനുള്ള അവസരം കൂടി കിട്ടിയിട്ടില്ല. അവിടെ ഇരുന്ന വിദ്യാർത്ഥിനികളെ ഷർട്ടിലും മുടിയിലും പിടിച്ചാണ് വലിക്കുന്നത്. പിന്നെ എന്തിനാണ് വനിതാ പോലീസ്? വിദ്യാർത്ഥിനികളെ പിടിച്ചുകൊണ്ടാണത് ഇങ്ങനത്തെ ആൾക്കാർ. പിന്നെ എന്തിനാ വനിതാ പോലീസ് എന്ന് പറഞ്ഞു നിൽക്കണം? എന്താണ് SIയോട് സംസാരിച്ചപ്പോൾ SI എന്താണ് പറയുന്നത്? SIയോട് സംസാരിച്ചപ്പോൾ SI പറയുന്നത് അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്തതിൽ ന്യായമാണ്. നിങ്ങൾ അവിടെ ഷോ കാണിക്കല്ലേ? ആരാ ഷോ കാണിക്കുന്നത്? അവിടെ നിന്ന് പോലീസുകാരാണ് ഷോ കാണിച്ചത്. അവിടെ നിന്ന് ഓരോ വിദ്യാർത്ഥിനികളെ കൈ പിടിച്ചപ്പോൾ അവിടെ നിന്ന് സാറന്മാരാണ് വിളിക്കുന്നത്, പുരുഷന്മാരാണ് പിടിക്കുന്നത്. എന്നാ പിന്നെ എന്തിനാ ഇവിടെ ലേഡി പോലീസ് എന്തിനാ പിടിച്ചു വലിക്കുന്നു? 25ഓളം പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. 12 പേരാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട്. അതിൽ 3 വിദ്യാർത്ഥിനികളാണ്. എങ്ങനെ ലേഡി പോലീസ് ഇല്ലാതെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഞങ്ങൾ ചോദിച്ച എന്തെങ്കിലും ഞങ്ങൾ അവിടെ പ്രതിഷേധം തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ ചോദിച്ച ഞങ്ങളുടെ അവകാശങ്ങളാണ്.
ഞങ്ങൾ റീവാലുവേഷന്റെ ഫീ കുറയ്ക്കാൻ പറഞ്ഞപ്പോൾ റീവാലുവേഷൻ നിർത്തലാക്കി. അതെന്ത് ന്യായമാണ്? ഞങ്ങൾക്ക് അപ്പീലിന് പോകാനുള്ള അവകാശമില്ലേ? ഞങ്ങൾ എഴുതുന്ന പരീക്ഷ ഞങ്ങൾ തോക്കുകയാണ്. റീവാലുവേഷൻ കൊടുക്കുമ്പോൾ 20-30 മാർക്ക് കൂടുന്നു. ആകെ 2 സെമ്മാണ് എക്സാം ചെയ്തിട്ടുള്ളത്. അക്കാഡമിക് കലണ്ടർ ശരിയല്ല. ഞങ്ങളുടെ ക്ലാസ്സിൽ അതായത് 60 പേര് പഠിക്കുന്ന എൻ്റെ ക്ലാസ്സിൽ 13 പേർക്കാണ് 10 മാർക്കിൽ കൂടുതൽ കൂടിയത്. അവർക്ക് ആർക്കും 10% റീഫണ്ടോ അങ്ങനെ ഒരു സാധനങ്ങളും ഇല്ല. സപ്ലിമെന്ററി എക്സാമിന്റെ തലേന്നായിരിക്കും റിസൾട്ട് വരുന്നത്. അപ്പം റീവാലുവേഷൻ അപ്പം ഞങ്ങൾ രണ്ടിനും രജിസ്റ്റർ ചെയ്ത് രണ്ടിനും പഠിച്ച് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ്. ബേസിക് ആയിട്ട് കാര്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണോ ചെയ്യേണ്ടത്? അവകാശങ്ങളല്ലേ ചോദിക്കുന്നത്?